ആലപ്പുഴ ബീച്ചിൽ ഫെസ്റ്റ് നടക്കുകയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് വെച്ച് പിടിച്ചത് കേട്ടോ. അയ്യോ, ഈ ഒരു യാത്രയെപ്പറ്റി കുറേ പറയാനുണ്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് ഭയങ്കര ബ്ലോക്കായിരുന്നു അവിടെ. ഞങ്ങൾ എങ്ങനെ അവിടെ എത്തിപ്പെട്ടെന്ന് യാതൊരു വിധ ഐഡിയയില്ല. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ബ്ലോക്ക്, റോഡിൻ്റെ നടുക്കൊക്കെയാണ് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോയിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് ചാടി ഇറങ്ങിയപ്പോൾ ആഗ്നസ് അവിടെ മറിഞ്ഞു വീണ് ആ പാവം കൊച്ചിൻ്റെ കാലൊക്കെ ഭയങ്കരമായിട്ട് മുറിഞ്ഞു. അതാവട്ടെ അത് അവൾ കരഞ്ഞുകൊണ്ട് കിടക്കുന്നത്. പിന്നെ ഒരാൾക്ക് പെർ ഹെഡ് 200 റുപ്പീസാണ് ടിക്കറ്റ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറിയപ്പോൾ ഇങ്ങനെ ഒരു എന്താ ഇതിന് പറയുന്നത് മറന്നു പോയിട്ടോ എൻ്റെ പേരൊക്കെ. അയ്യോ, നമുക്ക് ഒരു 5 മിനിറ്റിൽ കൂടുതൽ നമുക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. ഭയങ്കര ക്ലോറിൻ്റെ സ്മെല്ലും ആകെ അഴുക്കായിട്ട് കിടക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫെസ്റ്റ് തീരാറായല്ലോ. പിന്നെ കുറച്ച് പാട്ടൊക്കെ ഇട്ടപ്പോൾ പപ്പായും ലീച്ചേച്ചിയും കൂടെ അവിടെ കിടന്ന് കുറച്ച് ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. അപ്പോൾ ഇങ്ങനെ ഫോട്ടോസ് എടുക്കാൻ പോയി. എന്തോ യൂറോപ്യൻ സ്റ്റൈലാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പിന്നെ ഫുൾ ഫ്ലവർ ഷോ ആയിരുന്നേ. ഫ്ലവർ ഷോ ഒക്കെ അടിപൊളി ആയിരുന്നു. പക്ഷേ എനിക്ക് ശ്വാസം മുട്ടിപ്പോയി കേട്ടോ. ഭയങ്കര ക്രൗഡായിരുന്നേ. അതുമല്ല ചൂടും. പിന്നെ ഈ ഒരു സംഭവത്തിനകത്ത് കയറിയപ്പോൾ കൊള്ളാം, നല്ലൊരു സംഭവം കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ശ്വാസം മുട്ടിപ്പോയി ഇതിനകത്ത് കയറിയപ്പോൾ. പിന്നെ ആരും എനിക്ക് വീഡിയോ എടുത്ത് തരാനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ. അവിടുന്ന് പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ കോണും പിന്നെ ലൈം സോഡയും ഒക്കെ ഉണ്ടായിരുന്നു. ശ്വാസം മുട്ടി വിയർത്ത് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് കൊച്ചുങ്ങൾക്കൊക്കെ കോൺ വേണമെന്ന് പറഞ്ഞപ്പോഴും കോണും ഇങ്ങനെ ലെമൺ സോഡയൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പോഴാട്ടെ ഈ ഒരു സംഭവം കണ്ടത്, ഗോറില്ല. ഞാൻ പേടിച്ചു പോയി, അതെൻ്റെ അടുത്തോട്ട് ചാടി വന്നു. പിന്നെയും കുറച്ച് നേരം മുമ്പോട്ട് നടക്കുമ്പോൾ ഇങ്ങനെ ഫ്ലവർ ഷോയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എക്സിബിഷനിലോട്ട് കയറുമ്പോൾ ആദ്യത്തെ സംഭവമാണല്ലോ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ, ഈ മസാജർ, ഹെഡ് മസാജർ എന്നൊക്കെ പറഞ്ഞ്. ഈ ഒരു സംഭവം അടിപൊളി സാധനം കേട്ടോ. പപ്പടമാണ് ഇത് ക്യാരറ്റ്, ചില്ലി, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ അവിടുന്ന് കുറച്ച് മുമ്പോട്ട് നടന്നപ്പോൾ പഴയകാല മുട്ടായികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. പക്ഷെ ഞാൻ അവിടുന്ന് 1-2 ഐറ്റം മേടിച്ചു. പിന്നെ ഇതാണ് ഞാൻ എക്സിബിഷനിൽ പോകുന്നത്, ഇത് കഴിക്കാനും ഇത് മേടിക്കാനുമാണ്, അച്ചാർ. പിന്നെ കുറച്ച് ഫ്രണ്ടിലോട് നടന്നപ്പോഴത്തേക്ക് ആദൂട്ടം കരയാൻ തുടങ്ങി. വേറൊന്നിനും വല്ല കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചു കൊടുത്തില്ല. കാരണം ഒത്തിരി കളിപ്പാട്ടങ്ങളുണ്ട്. പിന്നെ കരച്ചിൽ മാറ്റാനായിട്ടോ ഇതിൽ കൊണ്ട് കയറ്റിയത്. ഈ 2 സാധനത്തിലേ ഞങ്ങൾ കയറ്റുള്ളൂ. കാരണം എനിക്ക് ഭയങ്കര പേടി, അത്ര സേഫ്റ്റി ഉള്ള സംഭവങ്ങളൊന്നും അല്ലല്ലോ ഇത്. അപ്പോൾ എനിക്ക് കൊച്ചുങ്ങളെയൊക്കെ കയറ്റാൻ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അവിടെ എങ്ങനെയൊക്കെയോ പുറത്ത് ചാടി കേട്ടോ. പുറത്ത് ചാടിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഉപ്പിലിട്ടത് കുറേയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ പൈനാപ്പിൾ എനിക്ക് ഇഷ്ടം കേട്ടോ. അതൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ പാട്ടിട്ടപ്പം ആദൂട്ടനും ആഗ്നസും കിടന്ന് ഭയങ്കര ഡാൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ മേടിച്ചു കേട്ടോ ഈ പുളിയും പിന്നെ ഈ മുട്ടയുടെ പേരൊക്കെ പറഞ്ഞു. പക്ഷേ പുളിയാന്ന് പറഞ്ഞാൽ മേടിച്ചത് പുളിമുട്ടയിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആഗ്നസിൻ്റെ കാലിൽ ഞങ്ങൾ ആ മുറിവ് ഉടങ്ങാനായിട്ട് സ്പ്രേ അടിച്ചു. അതാ കേട്ടോ കൊച്ചു കിടന്ന് കരയുന്നത്. അവൾക്ക് ഭയങ്കരമായിട്ട് നേറി. അപ്പോൾ പപ്പായെ പോയി കടിക്കുക കേട്ടോ. പപ്പായ അവളുടെ കാലിൽ മുറിവ് ഉടങ്ങാനായിട്ട് സ്പ്രേ അടിച്ചു കൊടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് ആ പാവം കൊച്ചിനെ ആദൂട്ടം പിടിച്ച് തെള്ളുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.